എല്ലാവർക്കും നമസ്കാരം. പഴനിമലയും 18 സിദ്ധന്മാരും സീരീസ് തുടരുകയാണ്. ഈ വീഡിയോയിൽ പതഞ്ജലി സിദ്ധരെക്കുറിച്ചാണ് പറയുന്നത്. ഭാരതത്തിൻ്റെ ആത്മീയ ചരിത്രം അനേകം മഹർഷിമാരാലും സിദ്ധന്മാരാലും സമ്പന്നമാണ്. അവരിൽ യോഗയുടെയും ആത്മസാധനയുടെയും പരമോന്നത ഗുരുവായി കാലാതീതമായി പ്രകാശിക്കുന്ന ഒരു നാമമാണ് പതഞ്ജലി സിദ്ധർ. മനുഷ്യനെ ശരീരത്തിൻ്റെ പരിമിതികളിൽ നിന്ന് മോചിപ്പിച്ച് മനസ്സിൻ്റെ ശുദ്ധിയിലൂടെയും ആത്മാവിൻ്റെ ബോധത്തിലൂടെയും മോക്ഷത്തിലേക്ക് നയിച്ച മഹാസിദ്ധനാണ് പതഞ്ജലി മഹർഷി. യോഗ ഒരു വ്യായാമം എന്ന നിലയിൽ മാത്രം കാണപ്പെടുന്ന ഇന്നത്തെ ലോകത്ത് യോഗ ഒരു സമ്പൂർണ്ണ ജീവിത ദർശനമാണെന്ന് മനുഷ്യരെ ഓർമ്മിപ്പിക്കുന്ന ദൈവിക ശബ്ദമാണ് പതഞ്ജലി സിദ്ധർ. പതഞ്ജലിയുടെ ജനനം സാധാരണ മനുഷ്യജനനമല്ലെന്ന് ശൈവ വൈഷ്ണവ പാരമ്പര്യങ്ങൾ ഒരേപോലെ അംഗീകരിക്കുന്നു. ഒരു പ്രചാരത്തിലുള്ള ഐതിഹ്യപ്രകാരം വിഷ്ണു ഭഗവാന്റെ അനന്തശയനത്തിൽ സേവകനായ ശേഷനാഗം മനുഷ്യരെ യോഗമാർഗത്തിലൂടെ ആത്മോന്നതിയിലേക്ക് നയിക്കുവാൻ ഭൂമിയിൽ അവതരിച്ചു എന്നാണ് വിശ്വാസം. ആ അവതാരമാണ് പതഞ്ജലി സിദ്ധർ. മറ്റൊരു പ്രാചീന കഥയിൽ മഹർഷി ഗോണിക ദേവതാ പ്രാർത്ഥനയോടെ പുത്രനായി ഒരാളെ ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ ദീർഘകാലം തപസ് ചെയ്തു. ഒരു ദിവസം സൂര്യദേവനെ നോക്കി കൈകൂപ്പി അഞ്ജലി നൽകി പ്രാർത്ഥിച്ചപ്പോൾ ആ അഞ്ജലിയിൽ ദൈവിക കണികയായി പതഞ്ജലി അവതരിച്ചു. പതത് എന്നത് വീഴുക എന്നും അഞ്ജലി എന്നത് കൈകൂപ്പ് എന്നും അർത്ഥമാക്കുന്നു. അങ്ങനെ കൈകൂപ്പിയ അഞ്ജലിയിൽ വീണവൻ എന്ന അർത്ഥത്തിൽ പതഞ്ജലി എന്ന നാമം പ്രസിദ്ധമായി. ചില ശില്പങ്ങളിലും പുരാണങ്ങളിലുമാകട്ടെ പതഞ്ജലിയെ മനുഷ്യരൂപത്തോടൊപ്പം പാമ്പിൻ്റെ അർത്ഥരൂപമുള്ള ദൈവിക യോഗിയായി ചിത്രീകരിച്ചിരിക്കുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ശേഷനാഗാവതാര വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നു. ചരിത്രപരമായി പതഞ്ജലി മഹർഷി 2-ാം നൂറ്റാണ്ടിലും 4-ാം നൂറ്റാണ്ടിനും ഇടയിൽ ജീവിച്ചിരുന്നുവെന്ന് ആധുനിക പണ്ഡിതർ കണക്കാക്കുന്നു. എങ്കിലും സിദ്ധ പാരമ്പര്യത്തിൽ പതഞ്ജലി ഒരു സാധാരണ ചരിത്ര പുരുഷനല്ല. അദ്ദേഹം കാലാതീതനായ ഒരു സിദ്ധൻ, കാലത്തിനപ്പുറത്ത് നിലകൊള്ളുന്ന ദൈവിക ഗുരു എന്ന നിലയിലാണ് ആരാധിക്കപ്പെടുന്നത്. പതഞ്ജലി സിദ്ധർ തൻ്റെ ആത്മീയ വിദ്യകളും യോഗസാധനയും അഭ്യസിച്ചത് നന്ദിദേവനിൽ നിന്നാണ്. ശിവഭഗവാന്റെ ദിവ്യവാഹനമായ നന്ദിദേവൻ ശിവഭഗവാൻ തന്നെയാൽ ദീക്ഷ ലഭിച്ച 18 യോഗസിദ്ധന്മാരിൽ ഒരാളാണ്. നന്ദിദേവൻ്റെ ശിഷ്യ പരമ്പരയിൽ ഉൾപ്പെടുന്ന മഹാത്മാക്കളാണ് പതഞ്ജലി മഹർഷി, ദക്ഷിണാമൂർത്തി, തിരുമൂലർ സിദ്ധർ, റോ മഹർഷി, സട്ടൈ മുനി. ഈ ശിഷ്യപരമ്പര ശൈവയോഗത്തിൻ്റെ അതിമഹത്തായ ആഴവും ആത്മീയശക്തിയും ലോകത്തിന് വെളിപ്പെടുത്തുന്നു. പതഞ്ജലി സിദ്ധരുടെ മഹത്തായ സംഭാവനയാണ് യോഗസൂത്രം അല്ലെങ്കിൽ പതഞ്ജലി യോഗദർശനം. 195 സൂത്രങ്ങളടങ്ങിയ ഈ കൃതി യോഗത്തിൻ്റെ ആന്തരിക ശാസ്ത്രം അതീവ ലളിതവും ആഴവുമുള്ള രീതിയിൽ വിശദീകരിക്കുന്നു. യോഗസൂത്രത്തിലൂടെ പതഞ്ജലി സിദ്ധർ മനുഷ്യർക്ക് നൽകുന്നത് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നീ അഷ്ടാംഗ യോഗമാർഗമാണ്. യോഗ ചിത്തവൃത്തി നിരോധ, മനസ്സിൻ്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നതാണ് യോഗ എന്ന ഈ മഹാവാക്യം ഇന്നും ആത്മസാധകരുടെ ഹൃദയമന്ത്രമാണ്. ഇന്നത്തെ ലോകത്ത് യോഗ ലോകമെമ്പാടും വ്യാപിച്ചതിന് പിന്നിലെ ദൈവിക ശക്തിയാണ് പതഞ്ജലി സിദ്ധരുടെ യോഗസൂത്രം. അതുകൊണ്ട് തന്നെ പതഞ്ജലി യോഗത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പതഞ്ജലി സിദ്ധർ ഒരു യോഗി മാത്രമല്ല, അദ്ദേഹം ഒരു മഹാനായ ഭൗതിക പ്രതിഭയുമായിരുന്നു. സംസ്കൃത വ്യാകരണത്തിലെ മഹാകൃതിയായ പാണിനിയുടെ സൂത്രങ്ങൾക്ക് എഴുതിയ മഹാഭാഷ്യം അദ്ദേഹത്തിൻ്റെ ഭൗതിക ദർശനത്തിൻ്റെ തെളിവാണ്. വ്യാകരണത്തെ ഒരു ആത്മീയ ശാസ്ത്രമാക്കി മാറ്റിയ അപൂർവ സന്യാസിയായിരുന്നു പതഞ്ജലി. ഭാഷയും ചിന്തയും ആത്മാവും തമ്മിലുള്ള ദൈവിക ബന്ധം
അദ്ദേഹം മഹാഭാഷ്യത്തിലൂടെ വെളിപ്പെടുത്തി. പതഞ്ജലി സിദ്ധർ ആയുർവേദത്തിന് മഹത്തായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പതഞ്ജലി തന്ത്രം എന്ന വൈദ്യഗ്രന്ഥം മധ്യകാല ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പലതിലും ഉദ്ധരിക്കപ്പെടുന്നു. യോഗരത്നാകര, യോഗരത്ന സമുച്ചയ, പദാർത്ഥ വിജ്ഞാനം തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ പതഞ്ജലിയെ ഒരു പ്രാമാണിക വൈദ്യശാസ്ത്ര ഗുരുവായി കണക്കാക്കപ്പെടുന്നു. ചരക സംഹിതയ്ക്കുള്ള ചരകവർത്തിക എന്ന വ്യാഖ്യാനവും ചില പണ്ഡിതർ പതഞ്ജലിക്ക് ചേർക്കുന്നു. യോഗസൂത്രം, മഹാഭാഷ്യം, വൈദ്യഗ്രന്ഥങ്ങൾ ഇവയെല്ലാം ഒരേ ഒരു വ്യക്തി രചിച്ചതാണോ എന്നതും ഇന്നും ചർച്ചാ വിഷയമാണ്. ആധുനിക ഗവേഷകർ പല പതഞ്ജലിമാർ ഉണ്ടായിരിക്കാമെന്ന് പറയുമ്പോൾ പരമ്പരാഗത ശൈവ ഹിന്ദു വിശ്വാസം പതഞ്ജലിയെ ദൈവിക അവതാരമായി കാണുന്നു. മഹർഷി പതഞ്ജലി തൻ്റെ ശരീരം ഉപേക്ഷിച്ചത് ആഴത്തിലുള്ള ധ്യാനത്തിൽ ലയിച്ചുകൊണ്ടാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ അവസ്ഥയാണ് ജീവസമാധി. ദക്ഷിണേന്ത്യയിൽ പതഞ്ജലിയുടെ ജീവസമാധിയായി ആരാധിക്കപ്പെടുന്ന 2 പ്രധാന സ്ഥലങ്ങളുണ്ട്. ഒന്ന് രാമേശ്വരം ജ്യോതിർലിംഗ ശിവക്ഷേത്രത്തിനുള്ളിൽ, മറ്റേത് തമിഴ്നാട്ടിലെ തിരുപ്പത്തൂർ. ഇവിടങ്ങളിൽ ഇന്നും ആത്മീയ സ്പന്ദനം അനുഭവപ്പെടുന്നുവെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. പതഞ്ജലി മഹർഷി നമ്മെ പഠിപ്പിക്കുന്നത് യോഗ ശരീരത്തിന് മാത്രമല്ല, യോഗ മനസ്സിനാണ്, യോഗ ആത്മാവിനാണ്. മനസ്സിൻ്റെ ശുദ്ധിയിലൂടെ, ആത്മബോധത്തിലൂടെ മോക്ഷത്തിലേക്കുള്ള ദൈവിക പാതയാണ് യോഗ. ആ ദർശനത്തിൻ്റെ അനശ്വര ഗുരുവാണ് മഹർഷി പതഞ്ജലി സിദ്ധർ. നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു സിദ്ധരുടെ കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.